ഹലോ നമസ്കാരം കൂട്ടുകാരെ. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, നമ്മുടെ കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ സ്വന്തമായ ഒരു എയർ കേരള എന്ന ഒരു എയർലൈൻസ് തുടങ്ങുന്നുണ്ട്. അതിന്റെ ചില ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ചില വേക്കൻസിയുടെ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുമായിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇതിന്റെ വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിന്റെ രണ്ട് സെക്ഷനാണ്, രണ്ട് ലൊക്കേഷനാണ് പറയുന്നത്. ഒന്ന് കേരളത്തിൽ തിരുവനന്തപുരത്തും പിന്നെ ഗോവയിലുമാണ് ഇതിന്റെ ലൊക്കേഷൻ പറയുന്നത്. അപ്പം ഈ രണ്ട് സ്ഥലത്തുമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പം ഇതിനകത്ത് പരീക്ഷയോ എക്സാമോ ഫീസോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. നിങ്ങൾ അപേക്ഷിക്കുക, ഇവരുടെ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യണം. CV അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു റിക്വയർമെന്റും നിങ്ങളുടെ CVയുമായിട്ട് ഒരു സൂട്ട് മാച്ചിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്റർവ്യൂ നടത്തും, നിങ്ങളുടെ സെലക്ഷൻ നടത്തും. അപ്പം ഇന്റർവ്യൂ സെലക്ഷൻ, അതായത് ഡയറക്റ്റ് സെഗ്രിഗേഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ അതിന്റെ ഇന്റർവ്യൂ നടത്തി നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നു. ഈ ഒരു കാര്യമുള്ള, അല്ലാതെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേക എക്സാമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഡയറക്റ്റ് സെലക്ഷനാണ്. അപ്പൊ ഇത് നമുക്ക് തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ തിരുവനന്തപുരത്തായിരിക്കും. അപ്പം ഇവരുടെ മൊത്തമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇവർ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇതിന്റെ ഈ ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു വേക്കൻസിയാണ് ഇവരിപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റി എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, ഇതിന്റെ എലിജിബിൾ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഏജ് എത്രയൊക്കെയാണ്, എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഡോക്യുമെന്റ്സ് അവിടെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ആദ്യമായിട്ട് എയർ കേരളയുടെ ആദ്യമായിട്ടുള്ള ഒരു വേക്കൻസിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇനിയും അവരുടെ മുന്നോട്ടുള്ള ഇതിന്റെ എയർ ഹോസ്റ്റസിന്റെ കാണും, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അത് കണക്ക് തന്നെ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ വരും, അല്ലെങ്കിൽ മറ്റുള്ള എയർലൈൻ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെല്ലാം ഇനി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു കൺസിഡറേഷൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പം എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്ന് ഇതിന്റെ മെയിൻ ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. നിങ്ങളുടെ CV അപ്ഡേറ്റഡ് ആണെങ്കിൽ, അതായത് ബയോഡേറ്റ റെസ്യൂം നിങ്ങളുടെ അപ്ഡേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ജോബുമായിട്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരു പൈസയും മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല, ടെസ്റ്റുകളോ ഇല്ല, നിങ്ങൾക്കൊരു ഫീസും ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഓരോരോ കമ്പനികളുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറി അവരുടെ ആ റിക്വയർമെന്റ് അനുസരിച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, നമുക്കൊരു അറിവ് കിട്ടും. നമ്മുടെ ഏതെല്ലാം ന്യൂനതകളാണ്. നിങ്ങൾ ഫ്രഷർ കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വരാം. ഇതാണ് ഇതിന്റെ ഒരു ഓൺലൈൻ വെബ്സൈറ്റ്. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്, ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. airkerala.com സെക്യൂരിറ്റി ഹയറിംഗ്. ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇവിടെ ഇവര് വിളിക്കുന്നത്, ആപ്ലിക്കേഷൻ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്നാണെന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമെയിൽ ID ഇടുക. എൻ്റെ ഇപ്പൊ ഇമെയിൽ ID എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് thomas2020@, എന്ന് ഇങ്ങനെ ഇമെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും രണ്ടാമത്തെ എൻ്റെ ഇവിടെ ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പേജിലേക്ക് വന്ന് ഇവിടാണ് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം ഇവിടെ ജോബ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 3 ജോബ് പൊസിഷൻ, ഞാൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. 3 ജോബ് പൊസിഷൻ തന്നിട്ടുണ്ട്. ഒന്ന് സെക്യൂരിറ്റി ഏജന്റ്,
രണ്ടാമത് സെക്യൂരിറ്റി ഓഫീസർ, മൂന്നാമത് സീനിയർ സെക്യൂരിറ്റി ഓഫീസർ. അപ്പൊ നിങ്ങൾ ഒരു +2 പാസ്സായതാണ്, ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ +2 പാസ്സാകുമോ ഗ്രാജുവേറ്റോ ആയിരിക്കട്ടെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, പ്രഷറാണ്. അപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അല്ല, അത് നിങ്ങൾക്ക് ഒരു ആവിയേഷൻ ഫീൽഡിൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സീനിയർ സെക്യൂരിറ്റി ഓഫീസറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. കാര്യം ഇത് ഒരു പുതിയ എയർലൈൻസ് ആണ്, അപ്പൊ ഇവർക്ക് സ്റ്റാഫിനെ വേണം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സെക്യൂരിറ്റി ഏജന്റ്, സെക്യൂരിറ്റി ഓഫീസർ, സീനിയർ സെക്യൂരിറ്റി ഓഫീസർ, ഇപ്പം പ്രഷറാണ് തന്നെ സെക്യൂരിറ്റി ഏജന്റ്, ഇതിൽ നിങ്ങൾ എലിജിബിൾ ആണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെ നിങ്ങളുടെ പേരെഴുതുക. ഇവിടെ നെയിം എന്നുള്ളിടത്ത് ഇവിടെ യുവർ ആൻസർ എന്നുള്ളിടത്ത് പേരെഴുതുക. നിങ്ങളുടെ ജെൻഡർ എന്താണ്, മെയിലാണോ ഫീമെയിൽ ആണോ, അതർ ആണെങ്കിൽ ഇവിടെ മെയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫീമെയിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതർ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏജ് നിങ്ങളുടെ എത്ര, ഇവിടെ ഏജ് ഒരു എബോവ് 55 ഏജ് വരെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ 55 എബോവ് 55 ഏജ് വരെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 18 തൊട്ട് 30 വരെ ഏജ് ഉള്ളവരെയാണ് ഇവിടെ ചോദിക്കുന്നത്. 18 തൊട്ട് 30, പിന്നെ 31 തൊട്ട് 40 വരെയുള്ളവർ, അല്ലെങ്കിൽ 41 തൊട്ട് 50 വരെയുള്ളവർ, 50 തൊട്ട് 55 വരെയുള്ളവർ, പിന്നെ 55 എബോവ്. അപ്പം ഏജ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അവരുടെ തന്നെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റുകളാണ് ഇവിടെ കാണുന്നത്. അപ്പം 18 തൊട്ട് 30 ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ 31 40 ആണെങ്കിൽ നിങ്ങളുടെ ഏത് ഏജ് ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരെണ്ണത്തിലേക്ക് ക്ലിക്ക് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എന്താണ്, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കണം. കാര്യം ഏതെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി വേറെ ഏതെങ്കിലും മൊബൈലിൽ കൊടുത്താൽ ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ നിങ്ങളുടെ CV അവരുടെ റിക്വയർമെന്റുമായിട്ട് അവർ മാച്ചായി നിങ്ങളെ വിളിച്ചാൽ ഒരുപക്ഷെ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കറണ്ടിലി ഉപയോഗിക്കുന്ന പ്രസന്റിലി നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിന്റെ ആ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. നിങ്ങൾ പ്രിഫേർഡ് ലൊക്കേഷൻ, നിങ്ങൾ ഏത് ലൊക്കേഷനിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരം ഉണ്ട്, ഗോവ, പിന്നെ ഗോവയിലുണ്ട്. അപ്പം നിങ്ങൾ തിരുവനന്തപുരമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ല ഗോവയിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ 2 ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്ക്. ടോട്ടൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ എത്രയാണ്, നിങ്ങളുടെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുക. 2 വർഷത്തെയാണ് 2 വർഷം എഴുതുക, 3 വർഷമാണെങ്കിൽ 3 വർഷം എഴുതുക. ഇല്ല നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പ്രഷർ ആണെങ്കിൽ നില്ലെഴുതുക, എഴുതുക, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ NA എന്ന് എഴുതുക. അപ്പം ഈ ക്യാപിറ്റലിൽ എഴുതാൻ ശ്രമിക്കുക. നില്ലാണേലും ഇതാണേലും NA ഇങ്ങനെ ക്യാപിറ്റലിൽ എഴുതുക. അവിടെ നിന്ന് താഴോട്ട് വരിക. താഴോട്ട് വന്ന എക്സ്പീരിയൻസ്, നിങ്ങൾ ആവിയേഷൻ ഗ്രൗണ്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അതിൻ്റെ ആ ഒരു എത്ര യുവർ ആൻസർ, ഈ എക്സ്പീരിയൻസിന് ആവിയേഷൻ നിങ്ങൾ ഇത് കണക്കുള്ള എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, എയർ അതോറിറ്റിയുടെ ആ ഒരു എയർപോർട്ടിൽ വർക്ക് ഏതെങ്കിലും എയർലൈൻസ് ആയിക്കോട്ടെ, ഇപ്പം ഇൻഡിഗോ ആയിക്കോട്ടെ, അങ്ങനെ ഇൻഡിഗോയിലൊക്കെ ഇഷ്ടം പോലെ വേക്കൻസികൾ വരുന്നുണ്ട്. ഞാൻ ഇതിനു മുന്നേയും ഇതിനകത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നോക്കണം. അതിനകത്ത് ശരിക്ക് പറയുന്ന ഇത് ഇങ്ങനെ ഇൻഡിഗോയുടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ ആണ്. ഒരുപാട് വേക്കൻസികൾ അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും എയർലൈൻസ് നിങ്ങൾ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഇവിടെ കാണിക്കണം. ഇല്ല നിങ്ങൾ ജോബ് ക്വാളിഫിക്കേഷൻ, അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ഓൺ ജോബ് ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ബേസിക് ഏവിയേഷനിലാണോ അതോ ഇൻഡക്ഷൻ കോഴ്സ് ആണോ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക. ഏതാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അതർ ടിക്ക് ചെയ്യുക. നിങ്ങൾ ഇതിലൊന്നുമല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. എക്സ് സർവീസ് പേഴ്സൺ, എക്സ് സർവീസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ യെസ് അല്ലെങ്കിൽ നോയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇവിടാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടാണ് അപ്ലോഡ് 1 സപ്പോർട്ടഡ് ഫയൽ PDF ഓർ ഇമേജ് മാക്സിമം 10 MB. മാക്സിമം 10 MBയിൽ വരുന്ന നിങ്ങളുടെ ഒരു PDF ഓർ ഇമേജിലുള്ള ഒരു ബയോഡാറ്റ ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങളുടെ ബയോഡാറ്റ എത്ര നല്ലതായിരിക്കുമോ, നിങ്ങൾ കറണ്ട് ബയോഡാറ്റ, നിങ്ങളുടെ കറണ്ട് ആ ഒരു പൊസിഷനിലുള്ള ബയോഡാറ്റ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇനി ഒരു കാര്യം പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക്
നിങ്ങൾക്ക് നല്ല കണക്ക് നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങളുടെ കയ്യിലില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ബയോഡേറ്റ നല്ല കണക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ എങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്പം എയർലൈൻസ് ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബയോഡേറ്റ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു ഫോൺ നമ്പർ ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അറിയാവുന്നവർക്കേ അത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ പുള്ളി ഇത് കണക്ക് ബയോഡാറ്റ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. 199 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. ആ പൈസ കൊടുത്താൽ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ. വാട്സപ്പിൽ ആ അങ്ങേരുടെ നമ്പർ ഞാൻ തരാം. നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എൻ്റെ ബയോഡാറ്റ അല്പം ശരിയല്ല, നിങ്ങൾ പല സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വരുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ബയോഡാറ്റയുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പം ആ ബയോഡാറ്റ ശരിയല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ തരുന്ന ആളുമായിട്ട് സംസാരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യം അവർ പക്ഷേ ഈ പൈസ കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മാത്രമേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. എനിക്കതൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ, പക്ഷെ ആ വ്യക്തിയെ പറ്റി എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ അങ്ങേര് ഇടുന്നതാണ്. അപ്പം അങ്ങേര് എയർലൈൻസിൽ വർക്ക് ചെയ്ത് റിട്ടയർഡ് ആയ ഒരു പേഴ്സണാണ്. അപ്പൊ അങ്ങേർക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും അറിയാൻ പറ്റും. 199 രൂപ കൊടുത്ത് നമുക്ക് ബയോഡാറ്റ നല്ലപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇല്ല നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സംസാരിച്ച് ആ ഒരു കാര്യം ശരിയാക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി പേയ്മെന്റ് അങ്ങേർക്ക് ചെയ്യുവോ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങൾ അങ്ങനെ എനിക്ക് നിങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബയോഡാറ്റ ശരിയാക്കി തരാൻ പറയാൻ പറ്റും അങ്ങേരോട്. അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾ ചെയ്യുന്ന കണക്ക് വാട്സപ്പിൽ ചെയ്യാനേ എനിക്കും പറ്റത്തുള്ളൂ. അല്ല ഡയറക്റ്റ് അങ്ങേരുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. ഇനി ഇവിടെ നിങ്ങളുടെ CV അപ്ഡേറ്റഡ് CV അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുക. 100 MB വരെ, മാക്സിമം 100 MB വരെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഫയലായിട്ട് നിങ്ങളുടെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം സബ്മിറ്റ് ആയിക്കോളും. അപ്പൊ ആ CV നിങ്ങൾ അയക്കുന്ന CV അവരുടെ റിക്വയർമെന്റുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചിരിക്കും. അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.